നാലാം ലോക കേരള സഭാ സമ്മേളനം ഇന്ന് സമാപിക്കും. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തോടെയാണ് സമാപനം. വിമാനക്കോലി മുതൽ NRI കോട്ടയിലെ ചൂഷണം വരെ സമ്മേളനത്തിൽ ചർച്ചയായി. പലസ്തീനിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നാവശ്യപ്പെട്ട് ലോക കേരള സഭ പ്രമേയം പാസാക്കി. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 1.5 ദിവസമാണ് നാലാം ലോക കേരള സഭയുടെ സമ്മേളനം ചേർന്നത്. ഇന്ന് 7 മേഖലാ യോഗങ്ങളുടെ റിപ്പോർട്ടിംഗ് നടന്നു. 8 വിഷയാടിസ്ഥാനത്തിലുള്ള സമിതികളുടെ റിപ്പോർട്ടും ചർച്ചയായി. പ്രവാസികൾ അനുഭവിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പ്രമേയങ്ങളും അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മറുപടി പറയും. സ്പീക്കർ AN ഷംസീറാണ് സമാപന പ്രസംഗം നടത്തുന്നത്. വിമാനക്കൂലി മുതൽ കോളേജ് പ്രവേശനത്തിനുള്ള NRI കോട്ടയിലെ ചൂഷണം വരെ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ഗൾഫ് മേഖലാതല ചർച്ച. മടങ്ങിവരുന്ന പ്രവാസികളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രീൻ ചാനൽ ഒരുക്കണം. മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിന് എംബാം സർട്ടിഫിക്കറ്റ് മുൻകൂർ വേണമെന്ന നിബന്ധന ഒഴിവാക്കണമെന്നും പ്രവാസി അദാലത്ത് സംഘടിപ്പിക്കണമെന്നും ആവശ്യമുയർന്നു. പ്രവാസി ക്ഷേമ പദ്ധതികൾ തങ്ങൾക്ക് കൂടി ലഭ്യമാക്കണമെന്നായിരുന്നു ഇതര സംസ്ഥാനങ്ങളിലെ മലയാളികളുടെ ആവശ്യം. കീം പരീക്ഷയ്ക്ക് സംസ്ഥാനത്തിന് പുറത്ത് കേന്ദ്രങ്ങൾ തുടങ്ങണം. വിദഗ്ധ തൊഴിലാളികൾക്ക് അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തണമെന്ന കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം.